ഹായ്, നിങ്ങളെ ഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരും ഇപ്പോൾ ഡേറ്റിംഗ് ആപ്സും അതെല്ലാം വഴി ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ ഒരു മാരീഡ് ആയിട്ടുള്ള ആളാണ് ആ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആണായാലും പെണ്ണായാലും അത് നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഡിവോഴ്സ് പ്രൊസീഡിങ്സ് ഒക്കെ വരികയാണെങ്കിൽ. സോ അത് ഒരു തരം ചീറ്റിംഗ് ആണ്. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് വേറെ പെൺകുട്ടികളെ ആ ഡേറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നതും ചീറ്റിംഗ് ആണ്. ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടുമാണ് നിങ്ങളവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ഓക്കെ, വൈഫിനെ വേണ്ടാന്നുള്ളവരായിരിക്കും ഇങ്ങനത്തെ ഡേറ്റിംഗ് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഈ പണിയെല്ലാം ചെയ്യുന്നത്. അതൊരു കാര്യം. സെക്കൻഡ് തിങ്, ഇത് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ലൈക്ക് യങ്സ്റ്റേഴ്സ്, അവർ ഇതുപോലെയുള്ള ആണുങ്ങളെ, അതായത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലേക്ക് കയറുന്നത് വളരെ സൂക്ഷിച്ച് വേണം. മേ ബി അവർക്കൊരു ടൈം പാസ് ആയിരിക്കാം. സോ വെൻ ദേ കം ആൻഡ് ടോക്ക് അബൌട്ട് ദെയർ വൈഫ് എന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ വൈഫും തമ്മിൽ ഒട്ടും ശരിയല്ല, എനിക്ക് അവളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ലെന്ന് ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഗേളിൻ്റെ അടുത്ത് ഒരു മാൻ വന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഡോണ്ട് ഗീവ് യേഴ്സ് ടു ഇറ്റ്. അയാൾ ട്രൈ ചെയ്യുകയാണ് നിങ്ങളെ കേട്ടോ. അത് പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടുന്നതിനോട് എനിക്ക് പറയാനില്ല, പക്ഷേ ദിസ് ഈസ് ദ സൈക്കോളജി. ഓൾമോസ്റ്റ് ഓൾ മെൻ ആർ യൂസിങ് ഇറ്റ്. അതൊരു ആസ് എ ലോയർ ഐ ആം ജസ്റ്റ് ഗിവിങ് യു ഒരു ചെറിയ ടിപ്പ്. ഓക്കെ.